ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 23-24 തിരുവചനങ്ങൾ. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. ഇന്നിപ്പോൾ ഏകദേശം 2000 വർഷങ്ങൾക്കിപ്പുറം അന്ന് യേശു പറഞ്ഞ ആ തിരുവചനത്തെ നാം ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ ഈ ലോക സൃഷ്ടിക്ക് ശേഷം ഏകദേശം 4000 വർഷങ്ങൾക്കിപ്പുറമാണ് അന്ന് യേശു ഈ തിരുവചനം അവരോട് പറയുന്നത്. തനിക്ക് മുൻപുള്ള 4000 വർഷങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാരും രാജാക്കന്മാരും മനസ്സിലാക്കിയ സത്യം, ദൈവത്തിൽ നിന്നും അയക്കപ്പെടുന്ന ദൈവപുത്രൻ്റെ ഈ ലോകത്തിലേക്കുള്ള അവരോഹണത്തിൻ്റെ സമയം പ്രവചിച്ചവർ, അത് മനസ്സിലാക്കിയവർ, അവരെല്ലാം ആഗ്രഹിച്ചിരുന്നു ദൈവത്തിൻ്റെ ഇൻകാർണേഷൻ്റെ സമയം ആ ദൈവത്തിൻ്റെ ഒപ്പം ജീവിക്കുവാനും ആ ദൈവത്തെ കാണുവാനും കേൾക്കുവാനും. എന്നാൽ അവർക്കൊന്നും ലഭിക്കാത്ത ആ സൗഭാഗ്യം ലഭിച്ചവരോടാണ് താൻ ഈ കാര്യം പറയുന്നത് എന്ന് ദൈവത്തിൽ നിന്ന് മനുഷ്യരിലേക്ക് ഇറങ്ങി വന്ന യേശു ക്രിസ്തു പറയുന്ന സമയം. ഇവിടെ പ്രത്യേകം നാം വായിക്കുന്നു, യേശു ഈ കാര്യം പറയുന്നത് തൻ്റെ പ്രിയ ശിഷ്യർക്ക് നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായിട്ടാണ് എന്നത്. ഇന്ന് നമുക്കും ആഗ്രഹിക്കാം അവൻ്റെ പ്രിയരായ നാം ഓരോരുത്തരുടെയും നേരെ തിരിഞ്ഞ് നമ്മുടെ വേദനകളിൽ, നമ്മുടെ പ്രയാസഘട്ടങ്ങളിൽ, നമ്മുടെ മനസ്സിനേറ്റ മുറിവിൻ്റെ സമയങ്ങളിൽ, നമ്മുടെ രോഗക്കിടക്കയിൽ, നമ്മുടെ അനാഥത്വത്തിൽ നമ്മോട് മാത്രമായി യേശു പറയുന്നു, നിങ്ങളുടെ കാതുകൾ കൊണ്ട് നിങ്ങൾ കേൾക്കുന്ന, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ വായിക്കുന്ന സുവിശേഷത്തിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന എന്നെ, യേശുവിനെ, ആ യേശുവിനെ നിങ്ങൾ മനസ്സിലാക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു എങ്കിൽ അവന് മുൻപ് ജീവിച്ചിരുന്ന അനേകം പ്രവാചകന്മാരിലും അനേകം രാജാക്കന്മാരിലും ഭാഗ്യമുള്ളവരാണ് നാം എന്ന യേശുവിൻ്റെ തിരുമൊഴി നാം ഓരോരുത്തരെയും കുറിച്ചായിരിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.